ലോക സിനിമാ പ്രേമികളെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്ന ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആയിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ളൊരു ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം റിലീസാകാൻ പോവുകയാണ്. നമ്മുടെ മാർച്ച് 27 എല്ലാ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിലൂടെ പുറത്തിറങ്ങാൻ പോവുകയാണ്. വലിയ വലിയ റെക്കോർഡുകൾ ഇപ്പോൾ തന്നെ സ്ക്രീനിൻ്റെ എണ്ണത്തിലും അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ എണ്ണത്തിലും ഒക്കെ ഓരോ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടും അതുപോലെ തന്നെ തരുന്ന അപ്ഡേറ്റുകളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ വളരെ സർപ്രൈസ് നിറച്ച് ഓരോ നിമിഷവും ഓരോ പ്രേക്ഷകരെയും എമ്പുരാൻ്റെ അപ്ഡേറ്റ് എന്താണ് വരിക, എന്താണ് പുതിയതായിട്ട് അവർ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും 27 എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി. അതും മാർച്ച് 20 തന്നെ അത് പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ചും കൂടി മുമ്പ് ചെയ്യാമായിരുന്നു, പക്ഷെ മാർച്ച് 20 തന്നെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നാണ് നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ റിലീസാകാൻ പോകുന്ന ദിവസം. അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിലീസ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പം ഇതിനേക്കാളുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം വേറെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളിന്ന് കുറച്ച് ലൂസിഫറിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ എമ്പുരാൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലെങ്ത് എത്രയുണ്ടാവും എന്നെനിക്കറിയില്ല, പക്ഷേ മാക്സിമം ഞാൻ ചുരുക്കാൻ ശ്രമിക്കാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കുക. വെൽക്കം ടു ഷിനിമോ ഷായ്. ലൂസിഫർ എമ്പുരാൻ. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ കണ്ട ഒരു സിനിമയായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻ ഷോ കണ്ട ആളാണ് ഞാൻ. അന്ന് എനിക്ക് നമ്മുടെ കോളേജിൽ എക്സാം നടക്കുന്ന ഒരു സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി എക്സാം തന്നെ എക്സാം കട്ട് ചെയ്തില്ല, മോർണിംഗ് ഫാൻ ഷോയ്ക്ക് ഇതിന് കയറി സിനിമ തീർന്ന് ആ ഒരു ഹാങ് ഓവറിൽ പോയിരുന്ന എക്സാം എഴുതിയ ഒരു ടൈം എനിക്കുണ്ടായിരുന്നു. അത്രയേറെ ആകാംക്ഷ ആ സമയത്ത് തന്നെ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലാലേട്ടനാണ്. എന്നാൽ കൂടി പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വല്ലാത്തൊരു പ്രത്യേകത ആ സമയത്തുണ്ടായിരുന്നു. പുള്ളി എന്താണ് ചെയ്തു വെക്കാൻ പോകുന്നത്, പുള്ളി എത്രത്തോളം ഒരു ലാലേട്ടൻ ഫാൻ ആണെന്നൊക്കെ പല ഇൻ്റർവ്യൂസിനും പറയുന്നുണ്ടെങ്കിലും എന്താണ് എടുത്തു വെക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും ചിന്തിച്ചിരുന്നില്ല. ഇത്ര ഇൻറ്റൻസിറ്റിയിലാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം സ്ക്രിപ്റ്റിന് ഒരു ഡിമാൻഡ് കൊടുത്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഓഫ് കോഴ്സ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററും കൂടിയാണ് പുള്ളി. പുള്ളിയുടെ സിനിമകളൊക്കെ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൂസിഫറിൽ എത്രത്തോളം പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയൊരു ആക്ടർ വരുന്നു. സോ ഇത് കൊമേഴ്ഷ്യലായി, അപ്പം എത്രത്തോളം ഇതിനെ മാസ് മസാലയൊക്കെ കയറ്റി ഒരു തട്ടുകുളുപ്പ സിനിമയാക്കാൻ പറ്റുമോ അത്രയും ആക്കാനാണ് ബാക്കിയുള്ളവർ ശ്രമിക്കുക. എന്നാൽ ഇവിടെ അതിനൊരു ബേസ് കഥ കൊടുക്കുകയും ഒരു ഡെപ്തുള്ളൊരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുകയും അതിലൂടെ ഈ മാസ് മസാല കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമേനെ കൊണ്ടുപോവുകയും ചെയ്തത് ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സിനിമയിൽ തന്നെ 3 ഭാഷയിലുള്ള പാട്ടുകൾ വെക്കുക, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലുള്ള പാട്ടുകൾ തന്നെ സിനിമയിൽ വെക്കുക, അത് കൃത്യസമയത്ത് പ്ലേസ് ചെയ്യുക, കൃത്യസമയത്ത് ആക്ഷൻ ബ്ലോക്കുകൾ വെക്കുക. ലാലേട്ടനെ വെറും അരമണിക്കൂർ മാത്രമാണ് 2.5 മണിക്കൂറുള്ള സിനിമയിൽ അവർ യൂസ് ചെയ്തത്. എന്നാൽ ആ ഒരു സിനിമ ഓർക്കുമ്പോൾ തന്നെ മുഴുനീളമായിട്ട് ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് ആ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നത് മുരളി ഗോപി എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു ഡയറക്ടർ അത് പൃഥ്വിരാജ് ആണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മുരളി ഗോപി മനസ്സിൽ കാണുന്ന ഒരു വിഷൻ അത് അതേപടി എടുത്തു വെക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ഡയറക്ടേഴ്സിന് അത്ര സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഇവിടെ പൃഥ്വിരാജ് അച്ചീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഡാർക്ക് പോർഷൻ ഉണ്ട്. ആ ഡാർക്ക് പോർഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡാർക്കർ വേർഷൻ ആയിരിക്കും ഇതിൻ്റെ തേർഡ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ തേർഡ് പാർട്ടോടുകൂടി ഈ ഫ്രാഞ്ചൈസി അവസാനിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്ത് പോയിരിക്കുന്നത്.
നമുക്ക് നോക്കിയാൽ മനസ്സിലാകും വൈറ്റ് അവിടുന്ന് ബ്ലാക്കായി. ഇപ്പം ബ്ലാക്കിലാണ് ഇവർ പ്രസന്റ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. എന്നാൽ അതൊരു വൈറ്റ് മോഡിലേക്ക് വരുന്ന ഒരു സീക്വൻസും ഈ സിനിമയിൽ എമ്പുരാനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വൈറ്റ് മീൻസ് നമ്മുടെ ലാലേട്ടൻ വെള്ളയൊക്കെ ഇട്ട് മുണ്ടും മടക്കി കുത്തി വരുന്ന ഒരു സാധനം പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടൊക്കെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ലെവലെ വേറൊരു റേഞ്ചിലേക്ക് പോവും. ഇലുമിനാറ്റി അങ്ങനെയുള്ള കുറേ ഈ സീക്രട്ട് സൊസൈറ്റീസ് കാര്യങ്ങൾ എല്ലാം ഒരുവിധം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ. എന്നാൽ അതിൻ്റെ മുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും തേർഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടീം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യം. ലൂസിഫർ എന്ന സിനിമ ഒരു ടിപ്പിക്കൽ മലയാളം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിനെ ഡെലിവർ ചെയ്ത വിധം, അതിനെ എക്സിക്യൂട്ട് ചെയ്ത വിധം, അതിനെ പ്രസന്റ് ചെയ്ത വിധം, അതിനെ നറേറ്റ് ചെയ്ത വിധം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അനമോർഫിക് ആസ്പെക്ട് റേഷ്യോയിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ആ സീരീസിലെ 3 സിനിമകളും അതേ ഫോർമാറ്റിലായിരിക്കും. നമ്മൾ TV കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും. വളരെ തിന്നാണ്. 1:2.8 ആ റേഷ്യോയിലാണ് സിനിമ വരുന്നത്. എമ്പുരാനും അതേ റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ഐമാക്സിൽ വരെ അവർ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഒരു രാഷ്ട്രീയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗാങ്സ്റ്റർ മൂവി അല്ലെങ്കിൽ ഒരു മാഫിയ കിങ്സിന്റെ ഒരു സിനിമ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു പരിവേഷം, അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവിന്റെ ഒരു കഥ അങ്ങനെ വേണമെങ്കിലും പറയാം. എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ് ലൂസിഫറിലുള്ളത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന സ്റ്റീഫൻ ചായൻ, അദ്ദേഹത്തിന്റെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു വളരെ വീക്കർ ഷെയ്ഡ് കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അവിടുന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി എന്താണ്, സ്റ്റീഫൻ നെടുമ്പള്ളി ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി റേഞ്ച് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി തന്ന ആ ഒരു നറേഷനിലൂടെ പോവുകയും ലാസ്റ്റ് സിനിമ തീരുന്നൊരു സമയത്ത് ഇത്ര നേരം കണ്ട സ്റ്റീഫൻ നെടുമ്പള്ളി അല്ല ഒറിജിനൽ ആള്, ഖുറേഷി എബ്രഹാം ആയിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ, അതുവരെ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റ് ആയി പോയൊരു മൊമെന്റ് ആയിരുന്നു അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതിലേക്കും മുറ്റത്തമ്മ ഈ പാട്ടിട്ടിട്ട് അതിനെ റീലിടാത്ത അല്ലെങ്കിൽ സ്റ്റോറി ഇടാത്ത, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാത്ത ഒരു മലയാളി പോലും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ വൈറലായി പോയ ഒരു സാധനമായിരുന്നു അത്. അപ്പോൾ ആ ഖുറേഷി എബ്രഹാം തിരിച്ചു വരുന്ന അന്ന് മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയ മലയാളി പ്രേക്ഷകർ, മലയാളി മാത്രമല്ല ഈ സിനിമ കണ്ടിട്ടുള്ള ഓരോ ആൾക്കാരും ഈ സിനിമയുടെ ഒരു ഫാനായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഖുറേഷി എബ്രഹാമിന്റെ രണ്ടാമത്തെ ഒരു വരവിന് വേണ്ടിയായിരുന്നു. അന്നേ അത് അനൗൺസ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരിടത്തും ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പൃഥ്വിരാജിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ദ ബെസ്റ്റ് ഇനിയും വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഇതൊരു ചെറിയ സിനിമയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ചെറിയ സിനിമയായിട്ടുള്ള എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലൂടെ വരാൻ പോവുകയാണ്. അനമോർഫിക് ആസ്പെക്ട് റേഷ്യോയിലാണ് സിനിമ വരുന്നത്. ലൂസിഫറും അങ്ങനെ തന്നെയാണ് വന്നത്, എമ്പുരാനും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്. ഐമാക്സിൽ ഈ ചിത്രം അവൈലബിൾ ആണ്. ഐമാക്സ് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുന്നവരുണ്ട്, പോയി കാണുക. വലിയൊരു ഡിഫറൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് ഐമാക്സിൽ ഫോർമാറ്റിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ഇൻഡസ്ട്രി ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രി ആയിട്ട് കൂടി അതിന് അത്രത്തോളം ഒരു ഹൈസിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ടച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ടച്ചിങ്ങിൽ എന്നും മലയാള സിനിമയെ മുമ്പോട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന മോഹൻലാലും ആശീർവാദ് സിനിമാസും പൃഥ്വിരാജും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആസ് എ ഫാൻ ബോയ് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നൊരു ഡേ ആണ് മാർച്ച് 27. രാവിലെ 6 മണിക്കത്തെ ഫാൻ ഷോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ലാലേട്ടൻ എനിക്ക് കണ്ണിറയെ സ്ക്രീനിൽ കാണണം. മനസ്സ് നിറഞ്ഞ് ആർപ്പ് വിളിച്ച് കൈയടിച്ച് സന്തോഷിച്ചിറങ്ങി വരണം. അതൊറ്റ മൈൻഡ് മാത്രമേ മനസ്സിലുള്ളൂ. മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമ, മലയാളത്തിലെ ഏറ്റവും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ വരുന്ന സിനിമ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഗെയിം ഓഫ് ത്രോൺസിലെ വരെ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഭാഗമാകുന്നു. ഇനിയും കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ
അത്രയും ഹൈപ്പിൽ അത്രയും പ്രതീക്ഷയിൽ നിൽക്കുന്ന, ഒരിക്കലും ഇതൊരു ഫെയിലായി പോകാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലോട്ടുള്ള, ഇത് മലയാളം ഇൻഡസ്ട്രിയുടെ അഭിമാന സിനിമയായിട്ട് തന്നെയാണ് ഇവർ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സുജിത് വാസുദേവ്, ദീപക് ദേവ്, സ്റ്റണ്ട് സിൽവ, ഇവരുടെയൊക്കെ വർക്ക് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ്. മഞ്ജു വാര്യർ, ടൊവിനോ, സായികുമാർ, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ പേരറിയാത്ത കുറെ ആൾക്കാർ, പൃഥ്വിരാജ്, നമ്മുടെ ലാലേട്ടൻ, ഇനി മമ്മൂക്ക ഉണ്ടോ അറിയത്തില്ല. എന്തായാലും എല്ലാം നന്നായിട്ട് തന്നെ നടക്കട്ടെ. എന്നെ പോലുള്ള ലാലേട്ടൻ ഫാൻസിന് മനസ്സ് നിറഞ്ഞ് കൈയടിച്ച് ആർപ്പ് വിളിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയായി മാറട്ടെ എമ്പുരാൻ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ആ തേജസ് ഓജസ്സുമുള്ള ലാലേട്ടനെ തിരിച്ചു തരൂ രാജുവേട്ട തിരിച്ചു തരൂ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിനൊരു 27-ാം തീയതി അതിൻ്റെ റിസൾട്ട് കാണാൻ പോവാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുള്ളൂ. ഇനിയും സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് 27-ാം തീയതി സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം. അപ്പൊ അതുവരെ പീസ് ഔട്ട്.